ചില സമയത്ത് ചെറിയൊരു കാര്യം മതി നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് ഫ്ലോപ്പ് ആവാനായിട്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഹാഫ് കെ ജി കേക്കാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ഹൈറ്റിൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനിതൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ ഹാഫ് കെ ജിയുടെ സ്പഞ്ച് ഉണ്ടാക്കാനും അത് ഐസിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഹാഫ് കെ ജി കേക്കിൻ്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ബേക്കിങ്ങും ഐസിങ്ങും ഒക്കെ പെട്ടെന്ന് എനിക്ക് തീരാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു കേക്ക് ചെയ്യാൻ ഇഷ്ടം. ഈ ഒരു കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം വെച്ചാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി ഒരു വിൻറ്റേജ് കേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ അത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ റിബണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഈവനിങ്ങിൽ എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ അതിലൊരു മെയിലിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു റിബണൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ കേക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കസ്റ്റമർ വെയിറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിത് കയ്യിൽ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് പണിയും കിട്ടി. അത് എവിടെയോ ടച്ച് ആയിട്ടുണ്ടായിരുന്നു. അതന്നെ ഈ ഫ്രണ്ട് ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ ചിലത് നമുക്ക് കാണുമ്പോൾ ഇത് സിമ്പിളാണല്ലോ എന്ന് തോന്നിയാലും ഇതിന്മേൽ പാച്ച് വർക്ക് ഇനി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഗോൾഡൻ ലീഫ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.